ഏൽക്കുന്നുണ്ട്. അതുകൊണ്ട് 101% വിജയം ഉറപ്പാണ്. ഇന്നത്തെ പദയാത്ര റാലിയിലും വലിയൊരു പങ്കാളിത്തം കണ്ടു. തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്നതാണ്. അതൊരു റാലിയൊന്നുമല്ല, സ്വയം അറിഞ്ഞ് പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. സർ, ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത SDP-യുടെ പിന്തുണ വേണ്ടാന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. രാവിലെ താങ്കളോട് സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും പിന്തുണയും ഞാൻ പറഞ്ഞത് തൃശ്ശൂര്, എനിക്ക് എന്റെ കാര്യം പറയാം. തൃശ്ശൂര് വോട്ടർ പട്ടികയിൽ പേരില്ല, ഏത് വോട്ടും സ്വീകരിക്കും. വോട്ടർ പട്ടികയിൽ പേരില്ല, SDP-യുടെ ആണെങ്കിലും സ്വീകരിക്കും. അല്ല, ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എല്ലാ വിവാദത്തിന്റെയും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ, അവരുടെ ഒക്കെ വോട്ടഭ്യർത്ഥിക്കുക. പക്ഷെ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ഞങ്ങള് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും, പക്ഷെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. നയം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി വലിയ കാര്യം, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ കൊടി ഉപയോഗിക്കാത്തതിനെ കുറിച്ച് പരാതി, മറ്റേ ചിലത് കൊടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരാതി. പിന്നെ SDP-യുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്നത്. SDP പരസ്യമായിട്ടാണ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആൾക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സ്വീകരിച്ചല്ലോ അന്ന്. ഇവരുടെ കോൺഗ്രസിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് മാത്രം ഒരു മോശക്കാര്. ഞങ്ങൾക്ക് അന്നും ഒരേ നയം തന്നെയാണ്. ഞങ്ങളെ പിന്തുണച്ചപ്പോഴും എതിർത്തപ്പോഴൊക്കെ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ന്യൂനപക്ഷ വർഗീയത ശരിയല്ല എന്നുള്ള അഭിപ്രായം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയോടുള്ള നയം അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യാൻ ആരൊക്കെ വോട്ട് ചെയ്യാന്ന് വരുന്ന ആരെങ്കിലും വോട്ട് വേണ്ടോ? തനിക്ക് തീവ്രത കൂടുതലാണ്, തൻ്റെ വോട്ട് വേണ്ട, തനിക്ക് കുറവാണ്, അങ്ങനെയാണോ? ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അവരുടെ വോട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ലൈനുണ്ട്. ആ ലൈനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് വളരെ ക്ലിയറാണ്. ഇനിയിപ്പോൾ അതിലൊരു എന്താ പറയേണ്ടത്, അതിൽ സംശയത്തിന് അവകാശം. താങ്ക് യു.